ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പൗച്ചിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റിൽ നമ്മൾ ഒരെണ്ണം ചെയ്തിരുന്നു ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു പേഴ്സ് മോഡൽ പൗച്ചാണ്. പേഴ്സായിട്ടും പൗച്ചായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പേപ്പർ ക്യാൻവാസ് ആണ്. ഒരുപാട് കട്ടിയുള്ള ക്യാൻവാസ് വേണ്ട നമുക്കിതിന്. പിന്നെ ഇതുപോലത്തെ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇത് നമുക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന കട്ട് പീസാണ്. പിന്നെ നമ്മൾ നോർമൽ സിബ്ബാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും മാച്ചൊന്നും അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് നോക്കിയാൽ നമുക്കറിയാം അത് പുറത്തേക്ക് കാണില്ല. ലൈനിങ്ങിൻ്റെ കളറ് അത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കാണില്ല. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ഉള്ളിലേക്ക് പോകുന്ന ലൈനിങ് ക്ലോത്ത് അല്ലേ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി നമ്മൾ ക്യാൻവാസ് ഒരു 10 ഇഞ്ച് വീതിയിലും 12 ഇഞ്ച് ലെങ്ത്തിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 12 ഇഞ്ച് എന്നുള്ളത് 11 അല്ലെങ്കിൽ 10 എടുത്താലും മതി കേട്ടോ. നമുക്ക് ഇത് കുറച്ച് വലിയ സൈസ് പേഴ്സായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊബൈൽ വെക്കാം, അതുപോലെ തന്നെ പാസ്ബുക്ക് പോലെയുള്ള എന്തെങ്കിലും ബുക്കുകൾ അതൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ക്യാൻവാസ് എനിക്ക് മെയിൻ ക്ലോത്തിൽ വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗം നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ പൊട്ടപ്പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അതവിടെ ഫിക്സ് ആയിട്ട് ഇരിക്കും. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് കട്ട് ചെയ്യാനായിട്ട്, കറക്റ്റ് ആ ലെവലിൽ കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ലെങ്ത്ത് കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ ഇനി ക്യാൻവാസ് നീങ്ങി പോകുന്നുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി അതേ സൈസിൽ തന്നെ ഞാനൊരു ലൈനിങ് പീസും കട്ട് ചെയ്യുന്നുണ്ട്. ലൈനിങ് പീസ് ഇതുപോലെ 4 സൈഡ് ഒന്ന് ലെവലാക്കി കൊടുക്കുക. ചെറുതായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ഒരു മെയിൻ ക്ലോത്തും ക്യാൻവാസും കൂടി ഞാൻ ഒരൊറ്റ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഇതിങ്ങനെ വിട്ടു പോരാറുണ്ട് അയൺ ചെയ്ത് കൊടുത്താലും. അപ്പോൾ അതങ്ങനെ വിട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ മാറും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റിച്ച് 4 സൈഡും ഒന്ന് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ സിബും അതുപോലെ നമ്മുടെ ലൈനിങ് ക്ലോത്തും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇത് വിട്ടു പോകുന്നു പേടിക്കേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. കണ്ടോ ഇതുപോലെ കിട്ടും. ഇനി നമുക്കിതിൻ്റെ നല്ല പുറത്ത് വേണം നമ്മൾ സിബ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മുടെ സിബിൻ്റെ റൈറ്റ് സൈഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിൽ സിബിൻ്റെ റൈറ്റ് സൈഡ് വരുന്ന ഭാഗം വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലാണ് ലൈനിങ് തുണി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും സിബ് വയ്ക്കേണ്ടത് നമ്മുടെ ലെങ്ത്ത് കൂടിയ ഭാഗത്താണ്. ഇപ്പോൾ ഞാനിവിടെ 12 ഇഞ്ച് എടുത്തോടത്താണ് സിബ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ എത്രയാണോ കൂടുതൽ എടുത്തിരിക്കുന്നത് അവിടെ വെച്ച് കൊടുക്കുക. ഇതുപോലെ സിബ് വയ്ക്കുക. 2 സൈഡിലേക്കും കുറച്ച് തള്ളി ഇടുന്ന രീതിയിൽ വെക്കണം, നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആദ്യം ചെയ്ത പൗച്ച്. ഈ ഒരു മെത്തേഡല്ല, അപ്പോൾ ഇത് കുറച്ച് എളുപ്പമുള്ള മെത്തേഡാണ്. നമുക്ക് അതുപോലെ തന്നെ പേഴ്സായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വയ്ക്കുമ്പോൾ ഒക്കെ ലെവൽ കറക്റ്റ് ചെയ്ത് വയ്ക്കുക സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ കുത്തി കൊടുക്കാം. നമുക്ക് 2-3 പിന്ന് കുത്തി കൊടുത്താൽ പിന്നെ നീങ്ങില്ല. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണെങ്കിൽ നിങ്ങൾ പിന്നൊക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ സിബ്ബ വെച്ചു. നല്ല പുറത്താണ് വയ്ക്കുന്നത് മെയിൻ ക്ലോത്തിൻ്റെ. അതുപോലെ സിബിൻ്റെ നല്ല പുറവും വെക്കണം, ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെക്കണം. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ലൈനിങ്ങും കൂടി വെച്ചിട്ട് നമുക്ക് ആ സൈഡിലൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ സിബ് അടിച്ചു കൊടുക്കാം. ഇനി ഒറ്റ സ്റ്റിച്ച് അടിച്ചാൽ മതി. ഇനി അതിന് ശേഷം നമുക്കിതിനൊന്ന് മറിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമ്മളിത് അടിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിന് മറിച്ചിടാൻ പോവുകയാണ്. ഇനി നമ്മൾ ലൈനിങ്ങിന് നമ്മൾ ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക. അതായത് ക്യാൻവാസ് വരുന്ന ആ ഒരു ഭാഗത്തേക്ക് ലൈനിങ്ങിനെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ എല്ലാം ബാക്കിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് മാത്രം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ ക്യാൻവാസും അതുപോലെ ലൈനിങ് ക്ലോത്തും ബാക്കിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് നമ്മുടെ സിബുമ്മ തട്ടാതെ നല്ല ക്ലോത്തിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് റൈറ്റ് സൈഡിലാണ് വരിക, ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് സ്റ്റിച്ച് വരിക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ലൈനിങ് ബാക്കിലേക്ക് വരണം. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പൗച്ചിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പൗച്ചാണത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കിക്കോളൂ. സ്കൂൾ തുറക്കാറായി. അപ്പോൾ നമ്മുടെ മക്കൾക്കായാലും അതുപോലെ നിങ്ങൾക്ക് ഷോപ്പിലേക്കൊക്കെ സെയിൽ ചെയ്യണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കാം. ഇനി നമ്മളിതിന് ഇതുപോലെ ഒന്ന് നിവർത്തിയിട്ട് എവിടെയെങ്കിലും ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ ലൈനിങ് തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് വലിയ കുട്ടികൾക്ക് പൗച്ചായിട്ടും യൂസ് ചെയ്യാം, പേഴ്സ് മാത്രമല്ല പൗച്ചായിട്ടും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ സിബിലേക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല പുറം സിബിൻ്റെ നല്ല പുറം ഒരേ രീതിയിൽ വരും. ഒന്ന് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് മറച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലൈനിങ്ങിൻ്റെ ക്ലോത്തും അതേപോലെ തന്നെ മടക്കി കൊടുക്കുക.
അപ്പോൾ അതിൻ്റെ സിബിൻ്റെ അടിഭാഗത്ത് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും രണ്ട് സൈഡിലേക്ക് വരണം. നമ്മുടെ ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും രണ്ട് സൈഡിലേക്ക് സിബിൻ്റെ രണ്ട് സൈഡിലേക്കും വരുത്തിയിട്ട് അടിച്ചു കൊടുക്കുക. അത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒക്കെ ലെവലാക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കതൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ നീങ്ങി പോകുന്നുള്ള പേടി വേണ്ട. ഇനി ഇതിനൊന്ന് സ്റ്റിച്ച് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ കട്ടിങ് പീസുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊന്നും കളയണ്ട. നമുക്ക് ഇതുപോലത്തെ പേഴ്സുകളൊക്കെ ഇത് ഇത്രയും ലെങ്ത് ഇല്ലെങ്കിലും ചെറിയ ചെറിയ പേഴ്സുകളും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പൈസയൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയ പേഴ്സും ഈ ഒക്കെ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ആ സിബ് അതുപോലെ നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ രണ്ടും രണ്ട് സൈഡിലേക്കാണ് വരിക. ലൈനിങ്ങും മെയിൻ ക്ലോത്ത് രണ്ട് സൈഡിലേക്കാണ് വരിക. ഈ സിബിനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതിനൊന്ന് മറിച്ചിടണം. രണ്ടും കൂടിയിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിടണം. സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇതിനിങ്ങനെ നല്ല പുറത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ലൈനിങ് ഇതിൻ്റെ ബാക്കിലേക്ക് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിനൊന്ന് ലെവലാക്കിയത് അതുപോലെ കൊടുക്കുക. അപ്പോൾ ലൈനിങ് ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന രീതിയിൽ എല്ലാ സൈഡും കറക്റ്റാക്കിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം വേണം നമ്മളിനി ഇതിനെ വീണ്ടും തിരിച്ചിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് ഈ ഒരു സിബിൻ്റെ സൈഡ് നമ്മൾ മെയിൻ ക്ലോത്തിൽ ഒരൊറ്റ അടിപ്പ് അടിച്ചു കൊടുക്കണം. അത് ലെവലായിട്ട് നിൽക്കാൻ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത പോലെ ലൈനിങ് മറിച്ചിട്ടിട്ട് നമ്മുടെ നല്ല പുറത്തൊരു സ്റ്റിച്ച് കൊടുത്ത് അതേപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു സൈഡിൽ സിബ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളതൊന്ന് കറക്റ്റാക്കി വെച്ചിട്ട് അടിച്ചു കൊടുക്കുക. ആ സിബിൻ്റെ ഭാഗം അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതും നമ്മൾ സിബിൽ തട്ടാതെ മെയിൻ ക്ലോത്തിൽ മാത്രം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി അറ്റാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇനിയാണ് ഇതിനെ മറച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും അടിച്ചു കൊടുക്കുന്നത്. അതുപോലെ മറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വരും. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ വയ്ക്കുക. വെച്ചിട്ട് നമ്മളിതുപോലെ സിബ് ഇട്ട് കൊടുക്കണം. സിബ് ഒരിക്കലും പുറത്തേക്ക് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ നീക്കിയിടരുത്. ഞാനത് നീക്കിയിട്ടിട്ട് പിന്നെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളുടെ ഇതിന് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സിബ് പുറത്ത് വെച്ചിട്ട് കട്ട് ചെയ്യരുത്. നിങ്ങൾ ആ സിബിനെ ഉൾഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇവിടെയും നമുക്ക് ലെവലില്ലെങ്കിൽ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഈ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത ഭാഗമാണ്. സിബ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും ബാലൻസ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ സിബ് നിങ്ങൾ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം, സിബിൻ്റെ കൊളുത്ത് ഉള്ളിൽ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. എന്താ കണ്ടോ ഇതുപോലെ ഉള്ളിലായിരിക്കണം സിബിൻ്റെ കൊളുത്ത്. ഇനി അതിനൊന്ന് നീക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു തുണി വെച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കളയുന്നുണ്ട് ഒരു പീസ് വെച്ചിട്ട്. അപ്പോൾ ഒറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി സ്റ്റിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ലെവൽ ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം. അപ്പോൾ എൻ്റെ ഇവിടെ ആ ഒരു മെയിൻ ക്ലോത്ത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ ഒറ്റ സ്റ്റിച്ച് ആയാലും മതി. ഇനി ഞാൻ ആ ബാലൻസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു പീസ് തുണി എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലും വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 2.5 ഇഞ്ച് വീതിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നീളം ഇതിന് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടുള്ളൂ നമ്മുടെ രണ്ട് സൈഡിലേക്കും. അപ്പോൾ അത് നിങ്ങൾ അളവ് നോക്കിയിട്ട് എടുത്താൽ മതി. നിങ്ങൾ എത്രയാണോ വീതി എടുത്തിരിക്കുന്നത് ആ ഒരു വീതിക്ക് നോക്കിയിട്ട് രണ്ട് സൈഡിലേക്കും കുറച്ചൊന്ന് തള്ളി നിൽക്കുന്ന രീതിയിൽ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. അതിനൊന്ന് മറച്ചിട്ടിട്ട് ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ മറച്ചിടുക. അവിടെ ഒന്ന് ഒരു 2 മടക്ക് കൊടുക്കുക. ഒരു മടക്ക് ഇതുപോലെ നമ്മൾ മടക്കുക. അതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടി മടക്കി ഇതുപോലെ നമ്മുടെ ആ ക്ലോത്തിലേക്ക് വെച്ചിട്ട് അരികൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അവിടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടും. നമ്മുടെ ആ സ്റ്റിച്ചൊന്നും പുറത്ത് കാണൂല്ല, നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് നമ്മൾ എത്രയാണോ വീതി എടുത്തിരിക്കുന്നത് ആ ഒരു ലെങ്ത്തിന് നോക്കിയിട്ട് എടുക്കാം. നമ്മൾ ആ ഒരു ഭാഗത്തിന് എത്ര നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട്, വീതിയല്ല ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് എടുക്കുക. വീതി ഒരു 2-2.5 ഇഞ്ചോ അതിൽ കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല, അത്ര എടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കി വരുമ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ രണ്ട് സൈഡിലും ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പേഴ്സിൻ്റെ സ്റ്റിച്ചിങ്. എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ഞാൻ പൗച്ചിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 സിപ്പർ വരുന്ന പൗച്ച് ചെയ്ത് കാണിക്കാമെന്ന്. പിന്നെ ഞാൻ ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എളുപ്പത്തിലുള്ള 2 മോഡൽ കാണിച്ച് നിങ്ങൾക്കത് മനസ്സിലായതിന് ശേഷം നമ്മൾ 2 സിബിൻ്റെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവില്ല.
അപ്പോൾ ഈ ഒരു 2-3 മോഡൽ ഇതുപോലത്തെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പൗച്ചിൻ്റെ ആ ഒരു എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ഡബിൾ സിപ്പർ ചെയ്യാം. അപ്പോഴാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു മോഡൽ നന്നായിട്ട് മനസ്സിലായതിന് ശേഷമാണ് ഡബിൾ സിപ്പർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ 2 വീഡിയോ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ 2 സിബ് വെച്ച് വരുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മളിനി 2 സൈഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സിബിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം, നല്ല പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ അരികൊക്കെ നമ്മൾ ഒരു പെൻസിലൊക്കെ വെച്ചിട്ട് ശരിക്കും അതിനെ കുത്തി കറക്റ്റാക്കി കൊണ്ടുവരിക, എങ്കിലാണ് ഒരു സ്ക്വയർ ഷേപ്പ് ശരിക്കും കിട്ടുള്ളൂ. നല്ല രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരിക. അതിനിങ്ങനെ പുറത്തേക്ക് ഇട്ടതിന് ശേഷം കണ്ട ഈ ഒരു മൂലയൊക്കെ നമ്മളിതുപോലെ നന്നായിട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ആ ഒരു പേഴ്സിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട്. എളുപ്പമാണ്, ഒരുപാട് കട്ടിയോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് സുഖമായിട്ട് കൊണ്ട് നടക്കാനും പറ്റും. ഞാൻ ഇതിൽ ഫോണൊക്കെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നീളം വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാം കേട്ടോ. എത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ബുക്ക്, നമുക്ക് ഒരു പാസ്ബുക്കൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പേഴ്സ് രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. ഫോൺ മാത്രം വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീതി കുറയ്ക്കുക. 12 എന്നുള്ളത് ഒരു 10 ആക്കി കുറച്ചാലും മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ ഇതേ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഫോൺ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ സ്പേസ് ഉണ്ട് അതിൽ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോ ബട്ടണൊക്കെ വെച്ച് കുറച്ചും കൂടി ഭംഗിയൊക്കെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.